ഭിന്നശേഷി കുട്ടികളുടെ പരിരക്ഷയിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ രക്ഷാ സൊസൈറ്റിയുടെ 40ാം വാർഷികാഘോഷം കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് മുഖ്യാതിഥിയായെത്തി. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പരിരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന രക്ഷാ സൊസൈറ്റിയുടെ 40ാം വാർഷികാഘോഷങ്ങൾ മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് സമുചിതമായാണ് ആഘോഷിച്ചത്. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കൊച്ചി എം.എൽ.എ. കെ.ജെ. മാക്സി നിർവഹിച്ചു. ഭാഗമാണ് ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ. ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ സാധാരണ ഉള്ളപ്പോഴേ സാധാരണ വിദ്യാലയങ്ങളിൽ പോയി സാധാരണ പഠിക്കാൻ പറ്റാത്തവരാണ്. അത്തരം കുട്ടികൾ എല്ലാം വീടുകളിലെ മാതാപിതാക്കളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവർ സാധാരണ കുട്ടികളെ പോലെ സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. അതുപോലെ അവരെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുവാനുള്ള ഏറ്റവും പ്രധാനം. അത്തരം കാര്യങ്ങളിൽ വലിയ ഒരു പരിധിവരെ രക്ഷാ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം. 40 വർഷം പൂർത്തിയാക്കിയ സ്കൂൾ പ്രിൻസിപ്പൽ എലിസബത്ത് ഷേർലിയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. രക്ഷാ സൊസൈറ്റി ചെയർമാൻ W.C. തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. രക്ഷയെപ്പോലുള്ള ഒരു സ്കൂളിന്റെ പ്രധാന ദൗത്യം അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പരിചരണവും മാത്രമല്ല, അവരെ റീഹാബിലിറ്റ് ചെയ്യുക, പുനരധിവാസത്തിന് പ്രാപ്തരാക്കുക. അതാണ് ഞങ്ങളുടെ ദൗത്യം. സമൂഹത്തിൽ തലയുയർത്തി നിർത്താൻ അവരെ പ്രേരിപ്പിക്കുക. ഈ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് രക്ഷയിൽ ഒരു തൊഴിൽ പരിശീലന കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. 41 വർഷങ്ങൾ എന്നുള്ളത് രക്ഷാ സ്കൂളിന്റെ വളരെ വലിയ കാലയളവാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയും അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് പ്രശംസനീയമാണ്. അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം സ്കൂളുകൾ നമ്മുടെ നഗരത്തിലും മറ്റു പ്രദേശങ്ങളിലും ഉയർന്നു വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് ഉൾപ്പെടെ വരുമ്പോൾ തീർച്ചയായും ഇത്തരം സ്കൂളുകൾക്കും എന്ത് തന്നെ നിയമപരമായി ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾ കാര്യമായി തന്നെ ആലോചിക്കും. CGH എർത്ത് MD ജോസ് ഡൊമിനിക് വിശിഷ്ടാതിഥിയായി. സൊസൈറ്റി പ്രൊജക്ട് കോർഡിനേറ്റർ എലിസബത്ത് ഫിലിപ്പ് സ്വാഗതവും ചെയർമാൻ എമിരിറ്റസ് അൻവർ ഹാഷിം സന്ദേശവും നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ എലിസബത്ത് ഷേർലി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഗിരിജാനാഥ് മേനോൻ, കൗൺസിലർ ഷീജ നവാസ്, റിഫാസ് TM എന്നിവർ സംസാരിച്ചു. വളരെ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്നും വളരെയേറെ പേർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിന് തക്കവണ്ണം പ്രാപ്തമാക്കിയത് തീർച്ചയായും അവിടെ പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരാണ്. സെക്രട്ടറി അനില നൈനാൻ നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം രക്ഷാ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.